പശ്ചിമേഷ്യയിൽ ഒരിക്കൽ കൂടി താൽക്കാലികമായ ഒരു യുദ്ധവിരാമം. ഇസ്രയേലും ഹമാസും വീണ്ടും സമാധാനത്തിന് കൈകൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നുവരുന്ന ചില ആശങ്കകളുണ്ട്. എത്ര നാളത്തേക്കാണ് ഈ താൽക്കാലിക ആശ്വാസം? വെടിനിർത്തൽ ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ പോലും ഇസ്രയേൽ ഹമാസ് പ്രതിനിധികൾ മുഖത്തോട് മുഖം വന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരേ കെട്ടിടത്തിൽ മുകളിലും താഴെയുമായി കരാറിലെ ഉടമ്പടികൾ രൂപപ്പെടുമ്പോൾ തീരുമാനങ്ങൾ ഇരു വിഭാഗങ്ങളെയും അറിയിച്ചുകൊണ്ടിരുന്നത് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച അമേരിക്കയും ഖത്തറും ഈജിപ്തുമൊക്കെയാണ്. അങ്ങനെ പാശ്ചാത്യ ശക്തികളുടെ മാധ്യസ്ഥത്തിൽ ഒരു സ്റ്റേറ്റും നോൺ സ്റ്റേറ്റും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ഉപാധികൾ രൂപപ്പെടുമ്പോൾ ശവപ്പറമ്പായി തീർന്ന ഗാസയിലെ ബാക്കിയായ ജീവനുകളുടെ ഭാവി എന്ത്? ഇത് അവസാനഘട്ട ചിന്തയിലേക്ക് മാത്രമായി ഒതുങ്ങുന്നു. മാസം നീണ്ട പരോക്ഷ ചർച്ചകളിലൂടെ സമാധാനം സാധ്യമായി എന്ന് ആശ്വസിക്കുമ്പോഴും ഇസ്രയേലും ഹമാസും തമ്മിൽ തരിമ്പും പരസ്പര വിശ്വാസം ഇല്ല എന്ന യാഥാർത്ഥ്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ദുർബലമായ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരു കൂട്ടരും കടക്കുന്നു എന്ന ആശങ്കയുമുണ്ട്. 76 ആണ്ടിലേറെയായി തുടരുന്ന അധിനിവേശ സംഘർഷങ്ങൾ അത്ര പെട്ടെന്ന് പിടിച്ചുകെട്ടുക സാധ്യമല്ലല്ലോ. വെടിനിർത്തൽ കരാറിൻ്റെ സമയക്രമവും സങ്കീർണതയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒടുവിലത്തെ ടെലിവിഷൻ അഭിസംബോധനയിലെ മുന്നറിയിപ്പുമൊക്കെ അർത്ഥമാക്കുന്നത് ഒരു ചെറിയ പോറൽ പോലും കരാറിനെ കാറ്റിൽ പറത്തുമെന്നാണ്. ചർച്ചകൾ നടന്ന നിർണായക അവസാന മണിക്കൂറുകളിൽ പോലും ഗാസയ്ക്ക് മേൽ ഇസ്രയേൽ പരമാവധി ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു. കുഞ്ഞുങ്ങളുടേതടക്കം 122-ലേറെ ജീവനുകൾ ചിന്നിച്ചിതറിയപ്പോൾ ഏവരിലും നേരിയ ഒരു സംശയം ഉദിച്ചു. ഒരുപക്ഷെ ഈ ചിന്തകളെല്ലാം വിഫലമായി പോയേക്കാമെന്ന്. എന്തായാലും ഒരു ദിനരാത്രം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പൂർത്തീകരിക്കാവുന്ന പ്രക്രിയയല്ല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ നടപ്പിലാകുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെ ആക്രമിച്ച് ഹമാസ് പിടികൂടിയ 250 ബന്ദികളുണ്ട്. ഇവരെ വിട്ടു നൽകുന്നതടക്കമുള്ള നിബന്ധനകൾ ആദ്യഘട്ടത്തിൽ പാലിക്കേണ്ടതുണ്ട്. പക്ഷേ എത്ര പേരെ തിരിച്ച് ഇസ്രയേലിന് നൽകാൻ ഹമാസിന് കഴിയുമെന്നാണ് അറിയേണ്ടത്. ഇവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട്? പകരമായി 2023 ഒക്ടോബറിലെ ഹമാസിൻ്റെ ആക്രമണത്തിൽ പങ്കാളികളായവരെ അടക്കം 1000-ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കുമെന്ന് ഹമാസും പ്രതീക്ഷിക്കുകയാണ്. 6 ആഴ്ചകൾക്കുള്ളിലാണ് ബന്ദികളുടെ മോചനം പൂർത്തിയാവുക. ഈ ഘട്ടത്തിൽ ഇസ്രയേൽ സൈന്യവും ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങും. 2ഉം 3ഉം ഘട്ടങ്ങൾക്കായി വിശദമായ ചർച്ചകൾ വെടിനിർത്തലിൻ്റെ 16ാമത്തെ ദിവസം മുതലേ ആരംഭിക്കും. 2ാം ഘട്ടത്തോടെ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം പൂർത്തിയാക്കണം. 23 ലക്ഷം വരുന്ന ഗാസയിലെ ബഹുഭൂരിപക്ഷത്തിനും യുദ്ധത്തെ തുടർന്ന് തങ്ങളുടെ വീടുകളും വാസസ്ഥലങ്ങളും ഉപേക്ഷിച്ച് അഭയാർത്ഥി ക്യാമ്പുകളെ ആശ്രയിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇവരെയെല്ലാം സ്വന്തം ഇടങ്ങളിലേക്ക് മടങ്ങാൻ ഇസ്രയേൽ സേന അനുവദിച്ചേക്കും. ഏത് വെടിനിർത്തൽ സമയത്തും ഇസ്രയേൽ സൈന്യം ഗാസയ്ക്കുള്ളിൽ ഒരു ബഫർ അല്ലെങ്കിൽ സുരക്ഷാ മേഖല തുടരുക തന്നെ ചെയ്യും. 3ാമത്തേതും അവസാനത്തേതുമായ ഘട്ടത്തിൽ മാത്രമാണ് ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടുന്നത്. അത് എന്ത്, എങ്ങനെ എന്നത് സംബന്ധിച്ച് ഇനിയും യാതൊരു ധാരണയുമായിട്ടില്ല. ഇസ്രയേലിൻ്റെ പ്രധാന യുദ്ധലക്ഷ്യങ്ങളിലൊന്ന് ഹമാസിൻ്റെ സൈന്യത്തെയും ഭരണശേഷിയെയും തകർക്കുക എന്നത് തന്നെയായിരുന്നു. അതേതാണ്ട് അവർ സാധ്യമാക്കുകയും ചെയ്തു. എങ്കിലും ജനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സൈനിക ശക്തി എന്ന നിലയിൽ ഹമാസിന് പ്രവർത്തിക്കാനും പുനഃസംഘടിക്കാനും ഇപ്പോഴും ശേഷിയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ യുദ്ധവിരാമത്തിന് താൽക്കാലികമായെങ്കിലും കൈകൊടുക്കുക എന്നത് ഇസ്രയേലിനേക്കാൾ ഹമാസിൻ്റെ ആവശ്യമാണ്. അത്രയ്ക്കും വിനാശമാണ് ഗാസയിൽ തീമഴയായി പെയ്തിറങ്ങിയത്. ഇവിടെ ഉയരുന്ന ചോദ്യം, ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് ഇത്രയും സമയം വേണ്ടിയിരുന്നോ എന്നതാണ്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രയേലിലെ തൂക്കുമന്ത്രിസഭയുടെ പ്രധാനമന്ത്രിക്ക് സ്വന്തം നിലയുറപ്പിക്കുക എന്ന സ്വാർത്ഥ താൽപ്പര്യത്തിൻ്റെ പരിണിത ഫലമാണോ 15 മാസം നീണ്ട കൂട്ടക്കുരുതിയും രക്തച്ചൊരിച്ചിലും? ഇനിയും ഈ കരാറിൽ സ്വന്തം സർക്കാരിൻ്റെ പൂർണ്ണ സമ്മതം നേടാൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല എന്നോർക്കണം. യുദ്ധം തുടങ്ങാനും അവസാനിപ്പിക്കാനും കഴിവുള്ള ശക്തനായ രാഷ്ട്രനേതാവ് എന്ന പദവിയിലേക്ക് സ്വയം അവരോധിച്ച് ഊറ്റം കൊള്ളുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി.
കൂട്ടക്കുരുതിക്കെതിരെ നിരന്തരം അപലപിച്ചുകൊണ്ടിരുന്നു എന്നതിനപ്പുറം അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികളും യൂറോപ്യൻ യൂണിയനും നെതന്യാഹുവിനെ തടയാൻ എന്ത് സമ്മർദ്ദം ചെലുത്തിയെന്നും ആലോചിക്കേണ്ടതുണ്ട്. ഒരു വശത്തെ കൂട്ടക്കുരുതി തുടരുമ്പോൾ സമാധാന ചർച്ചകളുടെ സാധ്യതകൾ എങ്ങനെയാണ് തുറക്കപ്പെടുക? ഹമാസിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ ആക്രമണം തടയാൻ ഇസ്രയേൽ എല്ലാ കാലവും വീമ്പിളക്കുന്ന അവരുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ഗാസയ്ക്കുള്ളിൽ ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ എവിടെയൊക്കെയെന്ന് ഇസ്രയേൽ സേനയ്ക്ക് കണ്ടെത്താനാകാത്തതും. ശരിക്കും ഈ ഭീകര നേതാക്കളെ തിരഞ്ഞാണ് ഗാസയിലെ ആശുപത്രികളിലും ആരാധനാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അടക്കം ഒരു ജനതയുടെ അടിവേരുകൾ തോണ്ടിപ്പറിക്കുന്ന തരത്തിലുള്ള റെയ്ഡുകൾ ഇസ്രയേൽ സേന നടത്തിയത്. തകർക്കലുകൾ മാത്രമാണ് ഗാസയിൽ നടന്നത്. ഇസ്രയേലിൻ്റെ കണ്ണിൽ ഹമാസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നയിക്കുന്നവർ കൊല്ലപ്പെട്ടാൽ ആ സംഘടനയും കൊല്ലപ്പെടും. ഒരുപക്ഷെ അതുതന്നെയാകും ഹമാസ് നേതാക്കളെ തേടിപ്പിടിച്ച് കൊലപ്പെടുത്തുന്നതിൽ ഇസ്രയേലിന് പ്രേരണയായതും. ആദ്യം ഇസ്മയിൽ ഹനിയ, പിന്നീട് യഹ്യ സിൻവാർ, അങ്ങനെ തുടരുന്നു. ഗാസയുടെ വടക്കൻ മുൻപ് ഇന്ന് ശ്മശാന ഭൂമിയാണ്. അസ്ഥികൂടങ്ങൾ പോലെ കുറേ കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രം. ഗാസയിൽ സുരക്ഷിതമായ ഒരിടം എന്നത് ഇന്ന് ഇല്ല. ഇനി എന്താകും ഗാസയെക്കുറിച്ച് ഇസ്രയേൽ സ്വപ്നം കാണുന്നത്? യുദ്ധം അവസാനിക്കുമ്പോൾ ഒരു ചെറിയ മേഖലയായി ഗാസയെയും അവിടുത്തെ ജനങ്ങളെയും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക, വടക്കൻ മധ്യ ഗാസ മേഖലയിൽ കൂടുതൽ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുക, ശരിക്കും മരണത്തിലൂടെയും തകർക്കലുകളിലൂടെയും പട്ടിണിയിലൂടെയും ഒരു ജനതയെ ശുദ്ധീകരിക്കുക. ഇതിന് എപ്പോഴൊക്കെ കോട്ടം തട്ടുന്നുവോ അപ്പോഴെല്ലാം വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെടും. ലോകത്തിൻ്റെ തുറന്ന ജയിൽ എന്നറിയപ്പെടുന്ന ഗാസ ലോകത്തിൻ്റെ തുറന്ന ശ്മശാന ഭൂമിയായി മാറിയേക്കുമോ എന്ന ആശങ്ക ബാക്കിയാവുകയാണ്.